ഹലോ പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതിന് അവന്തിക വന്നിട്ട് നാഗേന്ദ്രനായിട്ടുള്ള സംസാരമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വന്ന് കാര്യങ്ങൾ നിശ്ചയവരായിട്ടുണ്ടല്ലോ എന്നാണ് നാഗേന്ദ്രൻ പറയുന്നത്. അതെ, അതുപോലെ തന്നെ ചില ഉപദേശങ്ങളൊക്കെ അച്ഛൻ മകൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം കമ്പനിയുടെ MD ആണിപ്പോൾ അനി. അപ്പോൾ ഈ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിൽ ആദർശ് തിരിച്ച് വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ആ ഒരു സ്ഥാനമൊന്നും ഒഴിഞ്ഞു കൊടുക്കരുത്. കാരണം അനി വന്നതിന് ശേഷമാണ് ജ്വല്ലറി ഇത്രയും നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് അവന്തിക പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കത്തില്ല. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ അതിനൊക്കെയുള്ള സാഹചര്യം അവന്തിക ചെയ്തോളാം എന്നാണ് നാഗേന്ദ്രൻ ഉറപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശം കൂടി നാഗേന്ദ്രൻ കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇനിയിപ്പോൾ ആദർശ് തിരികെ എത്തിയാലും ആ സ്ഥാനമൊന്നും വിട്ടുകൊടുക്കരുത്. അപ്പോൾ അനിയെ തന്നെ MD ആയിട്ട് തുടർന്ന് പോകണം, അങ്ങനെയുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് ഒന്നുകൂടി സന്തോഷം വന്നിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ MDയുടെ സ്ഥാനവും, കാരണം അനി വന്ന ശേഷം ജോലിയിലുണ്ടായ ഉയർച്ചയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്തികയ്ക്ക് കൂടെ അവകാശപ്പെട്ടതാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ അവന്തിക അനിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അനിയേട്ടാന്ന് വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. കേൾക്കുമ്പോൾ തന്നെ അനിക്ക് അവന്തിയെ കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം തോന്നുന്നു. എന്തടി, എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമൊക്കെ കാണിച്ചിട്ട് എല്ലായിടത്തും ചെന്ന് പറയുന്നു, അനിയേട്ടൻ ഇതുപോലെ എന്നെ കാണുന്നതിന് ഇഷ്ടമല്ല, ഇപ്പോഴും ആ നന്ദു തന്നെയാണ് മനസ്സിന് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ദേവയാനിയും ജാനകിയും ഒക്കെ അനിയെ കുറ്റം പറയുകയാണ്. അതുപോലെ ദേവയാനി വന്നിട്ട് അനിയെടുത്ത് സംസാരിക്കുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇവിടുത്തെ കാരണം ഒരു മുത്തശ്ശനാണല്ലോ, മുത്തശ്ശനൊരു തീരുമാനം എടുത്തതിന് മാറ്റം ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു വിവാഹം തന്നെ നടക്കും എന്നൊക്കെ പറയുകയാണ്. എന്തിനാണ് നീ മോളെ വിഷമിപ്പിക്കുന്നത്? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മറ്റുള്ള വീടുകളിൽ പോകുന്നതിനെക്കാട്ടി താല്പര്യം അവർക്ക് അവരുടെ വീടുകളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, താൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവന്തിയെ ആ ഒരു കണ്ണിൽ കണ്ടിട്ടുകൂടിയില്ല, സ്വന്തം സഹോദരിയെ പോലെയാണ്, അപ്പോൾ ആ ഒരു സ്ഥാനത്ത് കാണാൻ കഴിയില്ല എന്നൊക്കെ അനി പറയുന്നു. പക്ഷേ അതൊന്നും ആരും കേൾക്കുന്നില്ല. ദേവയാനി ഉൾപ്പെടെ എല്ലാവർക്കും അവന്തികയ്ക്ക് സപ്പോർട്ടാണ്. അങ്ങനെ അവന്തിക ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. പിന്നെ ജാനകി പറയുന്നുണ്ട്, ജാനകിയും പറയുകയാണ്, ഇപ്പോൾ സന്തോഷമില്ലേ മോളെ, നിശ്ചയമൊക്കെ ഉറപ്പിച്ചില്ല, ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വിവാഹമായി. അപ്പോൾ എന്തായാലും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ ജാനകി സമ്മതിക്കുന്നില്ല. അത് നേരത്തെ തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്തിക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുകയാണ് വീട്ടിൽ നിന്ന്. ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ഭ്രാന്ത് പിടിക്കുകയാണ്. കാരണം എല്ലാവരും കൂടി ഈ ഒരു കല്യാണം തലയിൽ വെച്ച് കെട്ടുന്ന പോലെ. അതുപോലെ തന്നെ അനി പല ആവർത്തി പറയുന്നുണ്ട്, അനാമികയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു, ഇഷ്ടപ്പെടാത്ത ബന്ധമായിരുന്നു, എന്നെ നിർബന്ധപൂർവ്വം ചോദിച്ചു, ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ദേഷ്യം തീരെ സഹിക്കാൻ പറ്റാതെ അനി നേരെ ആദർശിനെ കാണാൻ വരുന്നു. അവിടെയും ദേഷിച്ച് വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്കത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, തീർത്ത് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നും അങ്ങനെ പറയാതെ, മുത്തശ്ശൻ്റെ തീരുമാനമല്ലേ, മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നൊക്കെ പറയുന്നത്. ആരെന്തൊക്കെ തീരുമാനം എടുത്താലും ശരി, എനിക്ക് ചിലപ്പോൾ മുത്തശ്ശൻ്റെ വാക്കുകൂടി മറികടക്കേണ്ടി വരും, അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാതെ. അപ്പോൾ അനി പറയുന്നത് അവന്തിയെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല, കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ഈ രീതി കണ്ടിട്ടില്ല, പിന്നെ അവൾ സ്വഭാവം അറിയാമല്ലോ, ഇപ്പോൾ അവൾ അയർലൻഡിൽ പോയിട്ട് വന്നപ്പോൾ നല്ല കുട്ടിയോടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ യഥാർത്ഥ സ്വഭാവം ഇതൊന്നുമല്ല, അവൾ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന ആളല്ല, മോശക്കാരിയാന്നൊക്കെയുള്ള രീതിയിൽ അനി പറയുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, ചെറുപ്പകാലത്ത് കുട്ടികളെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അവരുടെ സ്വഭാവം ചീത്തയായി പോകാനിടയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രായപൂർത്തിയായല്ലോ, ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം മാറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ, പറയുകയാണ്. പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമാവുന്നില്ല. അനി ദേഷിച്ച് തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോരുവാണ്. അതിനുശേഷം അനി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയാണ്. എന്നിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ചോദിക്കുന്നത്, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്താ നീ അങ്ങനെ ചോദിച്ചത്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അങ്ങനെയൊന്നും എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വീട്ടിലാണെന്ന് പറയുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്തും കാര്യങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നന്ദു ഒഴിഞ്ഞു മാറുന്നുണ്ട്. കാരണം പരമാവധി അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അവന്തിയെ കൊടുത്തതുകൊണ്ട് നന്ദുവും ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് മുത്തശ്ശിയും കാണിക്കുന്നത്, മുത്തശ്ശനാണെങ്കിൽ നിശ്ചയം ഒക്കെ നടത്താനുള്ള ആ ഒരു ത്രില്ലിലാണ്. കൊച്ചുമകൻ്റെ ആരും അറിയാതെ തന്നെ ഞായറാഴ്ച ആ ഒരു ചടങ്ങ് നടത്തുന്നു. അപ്പോൾ അവന്തിക മോളെ ഇവിടെ തന്നെ നിർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ. അവന്തിക നല്ല സ്വഭാവം അബിയുടെയോ അല്ലെങ്കിൽ ജലജയുടെ സ്വഭാവം അല്ലെന്നാണ് നല്ലവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശന് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ അതുപോലെ ഓഫീസിലാണെങ്കിൽ ജ്വല്ലറിയിൽ മാളവിക എടുത്ത് ഡേവിഡ് വന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഇനിയിപ്പോൾ പുതിയ ആ ഒരു ഡീല്, ഒരു മത്സരം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് നാളെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കൊടുക്കുമ്പോൾ മാളവി ഒറ്റയ്ക്കാണ് നമുക്ക് ഇത്രയും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി തന്നത്, ഇപ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൂടിയുണ്ട്, നാളെ നമ്മുടെ ദിവസമായിരിക്കണം എന്നൊക്കെ പറയുന്നു. മാളവി അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ പലരുടെയും മുമ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. ഇപ്പം മാളവി ചോദിക്കുന്നത്, സാറല്ലേ MD, പിന്നെ സാറ് മറ്റാരുടെ മുമ്പിലാണ്
പറയേണ്ടതെന്ന് പറയുമ്പോൾ അതല്ല, നമ്മുടെ മാനേജ്മെൻറ്റ് മറ്റു ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരുടെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് തന്നെ ആയിരിക്കണം വിജയം എന്നൊക്കെ പറയുന്നു. അതുപോലെ മുത്തശ്ശി വിളിച്ച് നയനടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ മോളുടെ കൂടുതൽ സ്ട്രെയിൻ എടുക്കണ്ട, വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്, അപ്പം മത്സരമൊക്കെ അവിടെ നിൽക്കും, എങ്കിലും നമ്മളുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ മുത്തശ്ശി വിളിച്ച് പറയുന്നുണ്ട് നയനടുത്ത്. പിന്നീട് ഇതുപോലെ അനി ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ നവ്യ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ്റെ മനസ്സിൽ നന്ദുവിനെ കുറിച്ചിട്ടായിരിക്കും ചിന്ത, എത്ര കഷ്ടപ്പെട്ടാലും ഇവർക്ക് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും, അത് ഏത് രീതിയിലായാലും നടത്തി കൊടുക്കണം എന്നുള്ള നവ്യ മനസ്സിൽ പറയുന്നത്, പക്ഷേ പുറമേ കാണിക്കുന്നില്ല. നീ ഇപ്പോഴും നന്ദുവിനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളാരും ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് അഭിപ്രായം പറയാൻ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതല്ല, നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, പിന്നെ അനി ഒരിക്കലും ഈ ഒരു വിവാഹം നടക്കില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവിടെ ഒരു കാരണവരുണ്ടല്ലോ മുത്തശ്ശൻ, അദ്ദേഹം തീരുമാനിക്കുന്ന ഇവിടെ നടക്കത്തുള്ളൂ എന്നൊക്കെ ചുമ്മാ പറയുകയാണ്. നവ്യയുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, നവ്യ എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നടത്തി കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ പ്രൊമോ വിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പ്രൊമോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്, പത്രമാറ്റ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.